ഹലോ ഹായ് വെൽക്കം ബാക്ക്. റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അറിയാം, പക്ഷെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പുവരുത്തുന്നതല്ലേ നല്ലത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. പക്ഷേ എന്താ സാധനം എന്നറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ആൾക്കാരിൽ വരുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണുള്ളത്. കാരണം നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ കാണാം. എൻ്റെ ഓഫർ എന്താണെന്ന് അറിയാം, ഒരു 10-12 മിനിറ്റിൽ ഇതെന്താ പരിപാടി എന്നുള്ളതും ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് കയ്യിലേക്ക് തരാം. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പരദൂഷണം പറയുന്നതിൻ്റെ ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തോ ഒരു കാര്യം എവിടെയോ കേട്ടു, അത് നിങ്ങൾ വേറൊരാളോട് പറയുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ നിങ്ങൾ കേട്ട കാര്യത്തിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്നും, നിങ്ങൾ അതിനെ പരദൂഷണത്തിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റി പറയുന്നതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. സോ മിക്കവാറും കേസുകളിൽ നമുക്ക് കേട്ട കാര്യത്തിനെ പരദൂഷണത്തിന്റെ ഫോർമാറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പീച്ചോ റിപ്പോർട്ടഡ് സ്പീച്ചോ അങ്ങനെയൊക്കെ പറയാവുന്ന അതിലേക്ക് മാറ്റി എഴുതാനാണ് നമ്മളോട് ചോദിക്കുക. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു. നിങ്ങൾ കേട്ട കാര്യം ഇങ്ങനെയാണ്, ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ്? ഇതാണ് നിങ്ങൾ കേട്ട കാര്യം. പക്ഷെ നമ്മളതിന്റെ പരദൂഷണത്തിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറും. എവിടുന്നാ ഈ യു എങ്ങനെയാ ഷീ ആയിട്ട് മാറിയേ? എവിടുന്നാ ഈ ആസ്ഡ് കയറി വന്നേ? ഇഫ് എവിടുന്നാ കയറി വന്നേ? ആർ എങ്ങനെയാ വാസ് ആയിട്ട് മാറിയേ? ഈ ടു നൈറ്റ് എന്നുള്ള എങ്ങനെയാ ദാറ്റ് നൈറ്റ് ആയിട്ട് മാറിയേ? ചുരുക്കി പറഞ്ഞാൽ നമ്മളിലെ പരദൂഷണത്തിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുമല്ലോ, ഒരുപാട് വേർഡ്സുകൾക്ക് മാറ്റം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. ഇത് പഠിക്കാൻ റഫ്ലി ഒരു 5 മിനിറ്റ് മതി, 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കൂല. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഐ ഹീ ഷി ആയിട്ട് മാറും, യു ഹീ ഷി ആയിട്ട് മാറും, യുവർ ഹിസ് ഹർ ആയിട്ട് മാറും, വി എന്നുള്ളത് ദേ ആയിട്ട് മാറും, ആർ ദെയർ, മൈ എന്നുള്ളത് ഹിസ് ഹർ ആയിട്ട് മാറും, ടുഡേ ദാറ്റ് ഡേ ആയിട്ട് മാറും, ഇമ്പോർട്ടൻ്റ് ആണ്. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും, യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്നുള്ളതായിട്ട് മാറും, നൗ ദെൻ ആവും, ദിസ് ദാറ്റ് ആവും, ഹിയർ ദെയർ ആയിട്ട് മാറും, ആം ഈസ് വാസ് ആവും, ആർ വെയർ ആവും, ഡു ഡസ് ഡിഡ് ആവും, ഹാസ് ഹാവ് ഹാഡ് ആവും, വില്ല് വുഡ് ഷാൾ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ്, മസ്റ്റ് എന്നുള്ളത് ഹാഡ് ടു ആവും, അതുപോലെ തന്നെ ഡിഡ് ഹാഡ് ആവും, ഇമ്പോർട്ടൻ്റ് ആണ്. വാസ് വെയർ ഹാഡ് ബീൻ ആവും. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ഒറ്റയടിക്ക് ഞാൻ ഈ വായിച്ച കൂട്ടത്തിൽ തന്നെ പഠിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞത്. ഇത് പഠിച്ചു വെക്കാൻ 5 മിനിറ്റേ എടുക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാലല്ലേ, V1 എല്ലാ സാധനങ്ങളും അതിന്റെ സെക്കൻഡ് ഫോം ആയിട്ടുള്ള അതിന്റെ പാസ്റ്റ് ടെൻസിലായിട്ടുള്ള V2 മാറും. അതുപോലെ തന്നെ ഓൾറെഡി അത് V2 അത് ഹാഡ് പ്ലസ് V3 മാറും. എടാ, ഇതിന് 3 ടൈപ്പേ വരുള്ളൂ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാ. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും, നമുക്ക് ആ ക്വസ്റ്റ്യനെ എടുത്തിട്ട് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ഇവിടെ നോക്കിയേ, രാം രവിനോട് ചോദിക്കുക വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇതിന് റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കും. സോ ക്വസ്റ്റ്യൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. WH ക്വസ്റ്റ്യനും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. എന്താ WH ക്വസ്റ്റ്യൻ? WH അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം WH ക്വസ്റ്റ്യൻ ആണ്. ഓൺ ദി അതർ ഹാൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അത് ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും. ഈ ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, അങ്ങനെ വരുന്ന ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. സിമ്പിളാണ് കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. വളരെ സിമ്പിളാണ്. ഒരു പാറ്റേൺ അല്ല, ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. രത്ന ചോദിക്കുക വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ആദ്യം വേണ്ടത് നമുക്ക് സ്പീക്കറിനെയാണ് ആദ്യം വേണ്ടത്. സ്പീക്കർ ഇവിടെ കൊടുത്തിട്ട് രത്ന ആദ്യം താഴേക്ക് എടുത്ത് എഴുതുക രത്ന. ഇനി റിപ്പോർട്ടിംഗ് വേർബാണ് രണ്ടാമതായിട്ട് വേണ്ടത്. റിപ്പോർട്ടിംഗ് വേർബില്ലേ, WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും റിപ്പോർട്ടിംഗ് വേർബ് ഓൾവേസ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഓൾവേസ് അത് ആസ്ഡ് എന്നുള്ളതായിരിക്കും. ആസ്ഡ്. ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡാണ്. WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട്. ഇനി നമുക്ക് വേണ്ടത് കൺവേർട്ടഡ് സെന്റൻസ് ആണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. പക്ഷെ കൺവേർട്ട് ചെയ്യുന്ന സമയത്തിലെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, മറന്നു പോരുത്. ഈ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ എപ്പോഴും ആദ്യം കൊടുക്കണം. സബ്ജക്ട് ഫസ്റ്റ്. ഇതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ, മറന്നു പോരുത്. സബ്ജക്റ്റിന് ഇതിൽ ഏതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. യുവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിന് ആദ്യം കണ്ട് എടുത്ത് എഴുതുക. ശരിയാവോ? ഇല്ല. കാരണം ഈ യുവർ എന്നുള്ളതില്ലേ, അത് അതിന്റെ V2 മാറിയിട്ട്, V2 യുവർ എന്നുള്ളത് നമ്മുടെ ലിസ്റ്റ് പ്രകാരം എന്തായിട്ട് മാറും? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഹെർ എന്നുള്ളതായിട്ട് മാറൂലേ. ഹെർ ഫേവറേറ്റ്, ഹെർ എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കണം. കാരണം ഇവിടെ ആരാണെന്നുള്ളത് പറയുന്നില്ല, നമ്മൾ സങ്കല്പിക്കുക.
നമ്മൾ വല്ല സുധാമൂർത്തിയാണെന്നാണ് സങ്കല്പിക്കുക. ഹെർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല. അപ്പൊ ഈ ഈസ് ആര് മാറ്റും? ഈസ് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഇത് വെറുതെ പറയുന്നല്ല, നമ്മൾ ഓൾറെഡി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് വാസ് എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ആകെ മാറ്റം വരുന്നതില്ലേ, ഒരു ലിങ്കിങ് വേർഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിന് പകരം വരുന്നത്. സ്പീക്കറാണ് ആദ്യം വേണ്ടത്, റിപ്പോർട്ടിംഗ് വേർബാണ് പിന്നെ വേണ്ടത്, പിന്നെ ക്വസ്റ്റ്യൻ വേർഡിന്റെ പകരം നമുക്ക് വേണ്ടത് ഒരു ലിങ്കിങ് വേർഡ് ആണ്. പിന്നെ നമുക്ക് സെന്റൻസ് കൺവേർട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. മായ ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ? ഓക്സിലറി വേർബ് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്, ഉത്തരം യെസ് അല്ലേ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്പീക്കർ ആരാ? മായയാണ് നമ്മുടെ സ്പീക്കർ, മായ. ഇനി റിപ്പോർട്ടിംഗ് വേർബ് ആണ് രണ്ടാമതായിട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ആണോ അത് റിപ്പോർട്ടിംഗ് വേർബ് ഓൾവേസ് ആസ്ഡ് എന്നുള്ളതായിരിക്കും. മായ ആസ്ഡ്. ഇനി നമുക്ക് ലിങ്കിങ് വേർഡ് ആവേണ്ടത്. ലിങ്കിങ് വേർഡ് രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് ഓപ്ഷൻ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. രണ്ടും ശരി തന്നെയാണ്. ഞാനിവിടെ തൽക്കാലം ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സെന്റൻസ് ഇത് മൊത്തമായിട്ട് കൺവേർട്ട് ചെയ്യാനുണ്ട്. ഐ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ റൂൾ ഉണ്ടായിരുന്നു. ഈ സബ്ജക്റ്റ് ആയിരിക്കണം ആദ്യം വരേണ്ടത്. അപ്പൊ യു എന്തായിട്ട് മാറും? രാമ ആയതുകൊണ്ട് ഹി ആയിട്ട് അല്ലെ. ഇനി ആർ എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഹി വാസ് ഷുവർ അബൌട്ട് അതിലൊന്നും മാറ്റമില്ല. കമ്മിങ് അതിലും മാറ്റമില്ല. ടുമോറോ എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ആകെ മാറ്റം വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിന്റെ പകരം ലിങ്കിങ് വേർഡ് ഇഫ് ഓർ വെദർ ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക്. ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് റിപ്ലൈ ഓർ സ്റ്റേറ്റ്മെന്റ്. എല്ലാം ക്വസ്റ്റ്യൻ ഒന്നും ആവണമെന്നില്ല. ചിലതൊക്കെ ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ആവാം, അല്ലെങ്കിൽ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതാവാം. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇംഗ്ലീഷ് ആണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ഇവിടെ നമ്മൾ സ്പീക്കറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത് വേണ്ടത് റിപ്പോർട്ടിംഗ് വേർബാ. പക്ഷേ റിപ്പോർട്ടിംഗ് വേർബിലല്ലേ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. സെഡ്, ടോൾഡ്, റിപ്ലൈഡ്. നമ്മൾ ഒരു ക്വസ്റ്റ്യന് റിപ്ലൈ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ റിപ്ലൈഡ് എന്ന് പറയാം നമുക്ക്. അതല്ല വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സെഡ് എന്ന് പറയാം, ടോൾഡ് എന്ന് പറയാം. രണ്ട് പറഞ്ഞാലും ശരി തന്നെയാണ്. ഇവിടെ മൂന്നാമതായിട്ട് വേണ്ടത് ഒരു ലിങ്കിങ് വേർഡ് ആണ്. ലിങ്കിങ് വേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് ആണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പിടിച്ചോ. +1 ഒരു ക്വസ്റ്റ്യൻ ആണ്. യങ് സീകൾ പറയാ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? നോക്കിക്കോ. യങ് സീകൾ ആണല്ലോ നമ്മുടെ സ്പീക്കർ. യങ് സീകൾ. ഇനി റിപ്പോർട്ടിംഗ് വേർബ് എന്താ വേണ്ടത്? ഇവിടെ നമുക്ക് തൽക്കാലം സെഡ് എന്ന് പറഞ്ഞാൽ മതി. സെഡ്, കാരണം ഇതൊരു റിപ്ലൈ ഒന്നും അല്ലല്ലോ. സെഡ് ദാറ്റ് എന്നുള്ളതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. സെഡ് ദാറ്റ്. ഇനി നമുക്ക് ഇത്രയും ഭാഗമാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി. ഡോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡന്റ് എന്നുള്ളതായിട്ട് മാറും. ഡിഡന്റ്. തിങ്ക് അതിലൊന്നും ഒരു മാറ്റമില്ല. പിന്നെ ഐ വന്നാൽ ഹി ആയിട്ട് മാറും. ഹി. ക്യാൻ എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. ഹി കുഡ് ഫ്ലൈ എന്നുള്ളതായിട്ട് മാറും. സിമ്പിൾ അല്ലേ? എന്താ നമുക്കൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുള്ള കേട്ടോ. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് ഇസ് ഗിവൻ ബിലോ. റിപ്പോർട്ട് ദയർ കോൺവെർസേഷൻ. ഫെലിക്സ് പറയാ ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ആൻഡ് ലൂസി ഇൻ ദ ബ്രോങ്സ്. അപ്പൊ അന്റോണിയോ പറയാണ് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒന്നാമത് ഫെലിക്സിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് സ്റ്റേറ്റ്മെന്റ് റിപ്ലൈ ആണോ? അല്ല. റിപ്ലൈ അല്ല. ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യനും അല്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതാണ്. ഇവിടെ ഫെലിക്സ് പറയണം ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ആൻഡ് ലൂസി ഇൻ ദ ബ്രോങ്സ്. അപ്പൊ ഫെലിക്സിന് ആദ്യം എടുത്ത് എഴുതാം, കാരണം ഫെലിക്സ് ആണ് നമ്മുടെ സ്പീക്കർ. ഫെലിക്സ് നമുക്ക് ടോൾഡ് എന്ന് പറയാം അല്ലെ. റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്ക് ടോൾഡ് എന്ന് പറയാം. ടോൾഡ്. ദാറ്റ് ആണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ടോൾഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഇനി ആം എന്നുള്ളത് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഹി വാസ് ഗോയിങ് എന്ന് തന്നെ മതി, അതിലൊന്നും മാറ്റണ്ട. ഹി വാസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിസ് എന്നുള്ളതായിട്ട് മാറും. ഹിസ് ഓൺ ലൂസി ഇൻ ദ ബ്രോങ്സ്. അതിലൊന്നും മാറ്റം വരുത്താനില്ല. ഉത്തരായി. ആകെ കുറച്ച് മാറ്റങ്ങളെ നമുക്ക് വരുത്താനുള്ളൂ. ഇനി അന്റോണിയോട് നമുക്ക് എങ്ങനെ പറയാം? അന്റോണിയോ ആണ് നമ്മുടെ ആരാണ്? അന്റോണിയോ നമ്മുടെ ആരുമല്ല. അന്റോണിയോ ആണ് നമ്മുടെ സ്പീക്കർ. അന്റോണിയോ സെഡ് എന്ന് പറയാം. ടോൾഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്, സെഡ് എന്ന് പറയാം. സെഡ് ദാറ്റ്. ഇവിടെ സെഡ് ദാറ്റ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഇറ്റാണ്. ഇറ്റ് സാധാരണ നമ്മൾ ദാറ്റിലേക്ക് മാറ്റാറുണ്ട്. പക്ഷെ ഇവിടെ 2 ദാറ്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇറ്റ് തന്നെ കൊടുക്കാം അല്ലെ. ഇറ്റ് വുഡ് ബി ബെറ്റർ.
ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ our heads ആണോ their heads their heads എന്നുള്ളതായിട്ട് മാറും. ഉത്തരായി സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ ടൈപ്പ് നമ്പർ 3 ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് നമ്പർ 3 അങ്ങനെ ചോദിക്കാറില്ല. ഇമ്പറേറ്റീവ് സെന്റൻസുകളാണ്. നമ്മൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്യേ, സജസ്റ്റ് ചെയ്യേ, കമാൻഡ് ചെയ്യേ, ഓർഡർ ചെയ്യേ, അഡ്വൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്നതാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാ. സ്പീക്കർ ആദ്യം വരണം, പിന്നെ റിപ്പോർട്ടിംഗ് മക്കളെ, റിപ്പോർട്ടിംഗ് വേർബ് വരണം. റിപ്പോർട്ടിംഗ് വേർബ് ആണ് ഈ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ. അത് റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് പറയാം, സജഷൻ ആണെങ്കിൽ സജസ്റ്റഡ് എന്ന് പറയാം, കമാൻഡ് ആണെങ്കിൽ കമൻഡഡ് എന്ന് പറയാം, കമാൻഡഡ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് വരുന്നത്. ലിങ്കിങ് വേർഡ് ആയിട്ട് നമ്മൾ ടു ആണ് യൂസ് ചെയ്യുന്നത്, ബാക്കി കൺവേർട്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ, താര പറയാം പ്ലീസ് ക്ലോസ് ദ ഡോർ. അത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? താരയാണ് നമ്മുടെ സ്പീക്കർ, റിക്വസ്റ്റഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് വരുന്നത്. ടു എന്നുള്ളതാണ് ലിങ്കിങ് വേർഡ്. ബാക്കി വരുന്നത് ക്ലോസ് ദ ഡോർ ആണ്. അതിലൊന്നും മാറ്റം വരുത്താനില്ല. ഓക്കെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യാം. An extract from the conversation between Sudhamurthy and Ratna in Horigallu is given below. Report the conversation. Sudhamurthy എന്താ പറയുന്നത്? Ratna, don't you ever tell others the secret you hear. അതൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഡോണ്ട് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എന്തായിരിക്കും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ രത്ന അതിന് പറയാ, ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. ഈ സുധാമൂർത്തിയുടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? സ്പീക്കർ ആരാ? സുധാമൂർത്തി തന്നെയാണ്. അപ്പൊ സുധാമൂർത്തി ആസ്ഡ് എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ ആസ്ഡ് എന്നുള്ള പറയാൻ കാരണം ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ്. അതിന്റെ റിപ്പോർട്ടിംഗ് വേർബ് ആസ്ഡ് എന്നുള്ളതാണ്. ഇഫ് ഓർ വെദർ നമുക്ക് ലിങ്കിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യാം. ആസ്ഡ് ഇഫ് പിന്നെ വേണ്ട നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് ആദ്യം വരണം അല്ലേ. അപ്പൊ യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഇഫ് ഷീ, ഈ ഡോണ്ട് എന്തായിട്ട് മാറും? ഡിഡന്റ് എന്നുള്ളതായിട്ട് മാറും. ഇഫ് ഷീ ഡിഡന്റ് ടെൽ എന്തായിട്ട് മാറും? അത് ടെൽ തന്നെയാണ്. ഇഫ് ഷീ ഡിഡന്റ് ടെൽ others, കാരണം ഇവിടെ ഡിഡിന്റ് വന്നല്ലോ. ഇഫ് ഷീ ഡിഡന്റ് ടെൽ others the secrets ഷീ, യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഷീ സീക്രറ്റ്സ്, ഷീ ഹിയർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹേർഡ് ആയിട്ട് മാറും. ഷീ ഹേർഡ് എന്നുള്ളതായിട്ട് മാറും. ഇനി രത്നയുടെ റിപ്ലൈ എങ്ങനെ പറയാം? രത്ന റിപ്ലൈഡ് that ഐ എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഷീ കൺസിഡർ എന്നാണോ? കൺസിഡേർഡ് കാരണം നമ്മൾ അതിനെ V2യിലേക്ക് മാറ്റണം. കൺസിഡേർഡ് ദാറ്റ് ടു ബി ഇതിലൊന്നും മാറ്റല്ല. വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. ഇത്രയുള്ള മക്കളെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന വില്ലാളി വീരനായ നമ്മളെ ഒരുപാട് ഉറക്കം കെടുത്തിയ സാധനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 3 ടൈപ്പേ ഉള്ളൂ. ഒന്ന് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് റിപ്ലൈ ആണ്, ഒന്ന് ഇമ്പറേറ്റീവ് ആണ്. അതിൽ ഇമ്പറേറ്റീവ് അങ്ങനെ ചോദിക്കാറില്ല. വളരെ സിമ്പിളാണ്, പഠിക്കാൻ എളുപ്പമാണ്. സോ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു ഏകദേശത്തിന്റെ അപ്പുറം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സൈനിങ് ഓഫ്, ബൈ.